ഹായ് കുളിസീൻ. അയ്യോ രണ്ടുപേര് സ്ഥലം കാണിച്ചു തരാൻ വേണ്ടി വരുന്നുണ്ട്. ചൂടുകണോ അതിലൂടെ? അയ്യോ ചിരിപ്പോയി. നേരത്തെ ഇവിടെ നല്ല സെറ്റപ്പായിരുന്നു. ഇപ്പം ഇവിടെ എല്ലാം കാട് കയറി. ഫുള്ള് ചുടുതണോ ഇറങ്ങിക്കഴിഞ്ഞാൽ പണിയിട്ട്. ഞങ്ങൾക്ക് വഴി കാണിക്കാൻ വന്ന ആൾക്കാരാണ്. ഒരു ഹായ് കൊടുത്തേ. തിരിച്ചേ നിങ്ങൾ ഫ്രണ്ടിടോ ടാറ്റാ വന്ന് ഉണ്ടോ. സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള വീട്ടുകാരാട്ടോ. ഉണ്ടോ. അടുത്ത പ്ലേസിലേക്കുള്ള യാത്രയാണ്. അടുത്ത പ്ലേസ് ഒരു കൊച്ചു ഹൈ റേഞ്ച് ആട്ടോ ഞങ്ങൾ. ഇതങ്ങ് താഴെയാണേ. അപ്പോൾ അടുത്ത സ്ഥലത്തിലേക്ക് നമ്മൾ എത്താറായി. ഇതും ആ പഴയ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗം കേട്ടോ. ഹായ് കുളിസീൻ. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ടോ ഇവിടെ ഒരു കുളിസീനുണ്ട് താഴെ കേട്ടോ. കുളിസീൻ കണ്ട എൻ്റെ എല്ലാം ഭയങ്കര മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ വെള്ളം ഒഴുകി വരുന്നതെന്ന് പറഞ്ഞാൽ ചെങ്കൽ കല്ലുകളുടെയൊക്കെ ഇടയിലൂടെ ഒഴുകി താഴേക്ക് വന്ന് പതിക്കുകയാണ്. ആ താഴേക്ക് പതിക്കുമ്പോൾ തന്നെ ആ പതയുടെ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഫോഴ്സിലാണ് ഈ വെള്ളം വന്ന് പതിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതി ഒരുക്കിയ ഒരു ചെറിയ ഷവർ എന്ന് പറയാം. നമ്മുടെ നാച്ചുറൽ ഷവർ. അവിടെ പുള്ളിക്കാരൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ ഒന്ന് ഷവറിനകത്ത് ഇരുന്നേക്കാം. അങ്ങനെ നാച്ചുറൽ ഷവറിലിരുന്ന് കുളിക്കുന്നു. ആഹാ എന്താ സുഖം. അപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു കുളവും ഒരു പാറക്കുഴി. ഇതെല്ലാം എൻ്റെ വീടിൻ്റെ അടുത്തടുത്ത് തന്നെയാണ്. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ കണ്ട ഒരു ചെറിയൊരു കാഴ്ച. നമ്മുടെയൊക്കെ വീടുകളുടെ അടുത്തും നാട്ടിലൊക്കെ കാണുന്ന ഈ ചെറിയ ചെറിയ ചെടികളും പൂക്കളൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു പ്രത്യേക ബ്യൂട്ടി അത് കാണാൻ. നോക്കിക്കേ ഈ പൂ നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ. ഇതൊരുപാട് കിളിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ കുടുംബ വീട്. എൻ്റെ അച്ഛനൊക്കെ ജനിച്ച് വളർന്ന വീട്. ഈ വീടിൻ്റെ വഴിയിലൂടെയാണ് നമ്മൾ ആ കുളത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ മാമൻ്റെ വീട്. മാമൻ്റെ വീടിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ കുളമൊക്കെ ഉള്ളത്. ഈ കുളമായി കിടക്കുന്ന കുളമാണ് ഞാൻ പറഞ്ഞ കുളം. ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ആ കുളത്തിലേക്ക് എത്തും. പണ്ടൊരു ചെറിയൊരു കുളമായിരുന്നു ഇത്. അത് പിന്നെ പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്ന് ഇതൊരു വലിയ കുളമാക്കി മാറ്റി. എന്ത് മനോഹരമായ കുളമായിരുന്നു അറിയാമോ. ഇപ്പോൾ ഈ പരുവത്തിലായി. നേരത്തെയൊക്കെ ആണെങ്കിൽ ഇവിടെ ഭയങ്കര കുളിയും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങളൊക്കെ നീന്ത് പഠിച്ചത് ഈ കുളത്തിലാണ്. ഞങ്ങളുടെ മാമനൊക്കെ ആയിരുന്നു ഞങ്ങളെ നീന്തൊക്കെ പഠിപ്പിച്ചത്. അന്നത്തെ ഇതിൻ്റെ ബ്യൂട്ടിയൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. നേരെ കിടക്കുന്ന ഭാഗം കണ്ടോ, അവിടെ നിന്നൊക്കെ ഓടി വന്ന് ഒരൊറ്റ ചാട്ടമായിരുന്നു. ഇപ്പം കുളം ഫുള്ള് കാട് കയറി, കുളത്തിലെല്ലാം വേസ്റ്റ് ഒക്കെ വീണ്. ഇതിനി കുറച്ച് നാളോടെ ഇങ്ങനെ പോയി സൈഡെല്ലാം ഇടിഞ്ഞ് ആർക്കും ഉപയോഗമില്ലാത്ത രീതിയിലാവും. ഇനി ഇത് എത്ര നാളുണ്ടാവുമോ ആവും. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. പാറക്കുഴി. നേരത്തെ പാറയൊക്കെ പൊട്ടിച്ച് ഇപ്പം ജസ്റ്റ് വെള്ളം മാത്രം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. നമ്മുടെ വീഡിയോയുടെ ഏറ്റവും എൻഡിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സ്പോട്ടാണിത്. ഇതൊരു പാറക്കുഴിയാണ് കേട്ടോ. ഇത് നിങ്ങൾ കാണുന്ന കൂട്ടല്ല, നല്ല ആഴമുണ്ട് ഇവിടെ. എനിക്കിവിടെ ഇറങ്ങി ഒന്ന് ബ്ലോഗ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ട് സൈഡിൽ കൂടെയും പോകാൻ പറ്റത്തില്ല. ആരും ഇങ്ങോട്ട് വരവും പോക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എല്ലാം കാട് പിടിച്ച് നല്ലപോലെ കാട് പിടിച്ച് കിടക്കുക. ആ കാട്ടിനകത്തൂടെ കയറിപ്പോകാനൊരു പേടി. വല്ല ഇഴഞ്ഞിന്തുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ പണി കിട്ടുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ നാടിൻ്റെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നാട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. രണ്ടായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ടാറ്റാ ബൈ.